അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ബൈ ബുഷ്. ഓക്കെ, വിദ്യാഭ്യാസ നേതാക്കൾക്ക് അവരുടെ സാഹചര്യത്തിൽ ലക്ഷ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിവിധ തരം ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമതായിട്ട് മാനേജറിയൽ ലീഡർഷിപ്പ്. ഈ മാനേജർ ലീഡർഷിപ്പ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫോക്കസിങ് ഓൺ ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് ടാസ്ക് എഫിഷ്യൻ്റ്ലി. ഇവരാണ് ടാസ്ക് ഓർഗനൈസ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും എഫിഷ്യൻ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് പാർട്ടിസിപ്പേറ്ററി ലീഡർഷിപ്പ്. അത് എൻകറേജ് ചെയ്യുന്നത് ടീം മെമ്പേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് ആണ്. ഒരു ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ടീം മെമ്പേഴ്സിനെ ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ ഉണ്ടാവുക വെച്ചാൽ അവർ തമ്മിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ബിൽഡ് ചെയ്യാനാവും. അടുത്തത് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. ഇത് മോട്ടിവേറ്റ് ചെയ്യും, നന്നായിട്ട് എല്ലാവരെയും ഇൻസ്പയർ ചെയ്തിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് നല്ല ഹൈ ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ടും പിന്നെ അവർക്ക് കിട്ടുന്ന ചാൻസ് എംബ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ലീഡർഷിപ്പ് സ്റ്റൈലാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. അടുത്തത് ഡിസ്പേഴ്സ്ഡ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാല് ഇത് നമ്മളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നമ്മൾ ഏതിലാണോ കഴിവ് നമുക്ക് ഉള്ളത് അതിനനുസരിച്ച് ലീഡർഷിപ്പ് റോള് ഷെയർ ചെയ്യുന്നതാണ് ഈ ഡിസ്പേഴ്സ്ഡ് ലീഡർഷിപ്പ്. അടുത്തത് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവര് എപ്പോഴും എക്സ്ചേഞ്ച് ചെയ്യുന്നതിലും സമ്മാനങ്ങൾ കൊടുക്കുന്നതിലും അതുപോലെ ക്ലിയർ ആയിട്ടുള്ള ഒരു അഗ്രിമെന്റിൽ പ്രവർത്തിക്കുന്നതാണ് ഈ ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്. അടുത്തത് പോസ്റ്റ് മോഡേൺ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന്റെ ഉള്ളില് പിന്നെ നല്ല ഒരു കോംപ്ലിസിറ്റിയും ഡൈവേഴ്സിറ്റിയും ഒക്കെ എംബ്രേസ് ചെയ്യുന്നതാണ് ഈ പോസ്റ്റ് മോഡേൺ ലീഡർഷിപ്പ്. നെക്സ്റ്റ് വൺ ഈസ് ഇമോഷണൽ ലീഡർഷിപ്പ്. റെക്കഗ്നൈസ് ദ റോൾ ഓഫ് ഇമോഷൻ ആൻഡ് റിലേഷൻഷിപ്പ് ഇൻ മോട്ടിവേറ്റിംഗ് പീപ്പിൾ. ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ അവരുടെ ഇമോഷൻസും റിലേഷൻഷിപ്പും മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതെന്നാണ് ഇമോഷണൽ ലീഡർഷിപ്പ് റെക്കഗ്നൈസ് ചെയ്തു വരുന്നത്. അടുത്തത് കോണ്ടിൻജന്റ് ലീഡർഷിപ്പ്. അഡാപ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ ഡിമാൻഡ്. നമ്മളെ സിറ്റുവേഷൻ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ലീഡർഷിപ്പ് ചെയ്യുന്ന ഇതാണ് കോണ്ടിഗ്നന്റ് ലീഡർഷിപ്പ്. നെക്സ്റ്റ് വൺ ഈസ് മോറൽ ലീഡർഷിപ്പ്. എംഫസൈസസ് എത്തിക്കൽ വാല്യൂസ് ആൻഡ് ഇന്റഗ്രിറ്റി ആസ് എ കോർ ടു ലീഡിങ് എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് എത്തിക്കൽ വാല്യൂസും ഇന്റഗ്രിറ്റിയും കോർ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് മോറൽ ലീഡർഷിപ്പ്. അടുത്തത് ഫോർമൽ മോഡൽ ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. Formal model views educational organization as structured hierarchies where authority flows from the top to down. Leaders have formal authority based on their position and follow rational, structured procedures to achieve institutional goals. അതായത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പൊസിഷൻസ് അനുസരിച്ചിട്ടുള്ളവർക്കും അതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സും ഇതൊക്കെ ഫോളോ ചെയ്യുന്നതാണ് formal model of education administration. Hierarchical structure. Organizations are viewed as rigid structures with clear lines of authority and responsibility. ഓരോരുത്തർക്കും അവരുടേതായ അതോറിറ്റിക്ക് അനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഗോൾ പെർസ്യൂട്ട്. ഗോൾസ് ആർ അച്ചീവ് ത്രൂ റാഷണൽ ആൻഡ് ഫോർമലൈസ്ഡ് പ്രൊസീജിയേഴ്സ്. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുക. അതോറിറ്റി ഹെഡ്സ് ഓൾഡ് അതോറിറ്റി ബിക്കോസ് ഓഫ് ദിയർ പൊസിഷൻ ആർ അക്കൗണ്ടബിൾ ഫോർ പോളിസി ഇംപ്ലിമെന്റേഷൻ. ഓരോ അതോറിറ്റിക്കും എന്താണ് അവരുടെ പൊസിഷൻ അനുസരിച്ച് അവരെ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇതിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. Next, leadership style. Managerial leadership fits this model because focusing on efficient execution of assigned tasks rather than vision or change. അതായത് ഇവിടെ ഏത് ടൈപ്പ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് വർക്ക്ഔട്ട് ആവുകയെന്ന് വെച്ചാൽ മാനേജറിയൽ ലീഡർഷിപ്പ് ആണ്. കാരണം അവർ ഫോക്കസ് ചെയ്യുക എപ്പോഴും എന്താണ് അവരുടെ കറക്റ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ, അവരുടെ ടാസ്ക് ഒക്കെ കറക്റ്റ് ആയിട്ട് എക്സിക്യൂഷൻ ചെയ്യുന്നതിലാണ് അവർ ഫോക്കസ് ചെയ്യും. നെക്സ്റ്റ്, കൊളീഗൽ മോഡൽ ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. ദിസ് മോഡൽ എംഫസൈസ് ഷെയർഡ് പവർ.
ഈ മോഡലിൽ എന്താന്ന് വെച്ചാൽ എല്ലാം അവർ ഷെയർ ചെയ്തുകൊണ്ടാണ് ചെയ്യുക. ഡിസിഷൻ മേക്കിംഗ് ത്രൂ കോൺസെൻസസ് ആൻഡ് കൊളാബറേഷൻ എമോങ് മെമ്പേഴ്സ് ഹു ഷെയർ കോമൺ ഗോൾസ്. ലീഡർഷിപ്പ് ഈസ് പാർട്ടിസിപ്പേറ്ററി ആൻഡ് ഫോക്കസ് ഓൺ ബിൽഡിംഗ് എ പോസിറ്റീവ് സ്കൂൾ കൾച്ചർ. എല്ലാവരെയും ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ളത് കൊണ്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പിന്നെ സ്കൂൾ കൾച്ചർ അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഷെയർഡ് പവർ, ഇതിൽ എന്താ വെച്ചാൽ എല്ലാവരും അവരവരുടെ പവർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് മെമ്പേഴ്സ് റാദർ ദാൻ സെൻട്രലൈസ്ഡ്. ഒരാൾ തന്നെ തീരുമാനം എടുക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയായിരിക്കും, എല്ലാ മെമ്പേഴ്സിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും. കോൺഷ്യസ് ബേസ്ഡ് ഡിസിഷൻ, കോൺസെൻസസ് ഡിസിഷൻസ് ആർ മെയ്ഡ് ത്രൂ ഡിസ്കഷൻ ആൻഡ് അഗ്രിമെന്റ് എമോങ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഓരോരോ ഡിസിഷൻസും എടുക്കുന്നത് എങ്ങനെയായിരിക്കും വെച്ചാൽ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ എല്ലാവരെയും ഉൾപ്പെടുത്തി പല ഡിസിഷൻസും എടുക്കുന്നത് ഇവരെല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടായിരിക്കും. റിലേറ്റഡ് ലീഡർഷിപ്പ് സ്റ്റൈൽ, ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. ഇവിടെ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് ആണ് വർക്ക്ഔട്ട് ആവുക. ഫോക്കസസ് ഓൺ വിഷൻ, കൾച്ചർ ആൻഡ് ഹൈ പെർഫോമൻസ് എക്സ്പെക്ടേഷൻസ്. പാർട്ടിസിപ്പേറ്ററി ലീഡർഷിപ്പ് എൻകറേജ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ. ഡിസ്ട്രിബ്യൂട്ടഡ് ലീഡർഷിപ്പ്, ലീഡർഷിപ്പ് സ്റ്റെയർഡ് ബേസ്ഡ് ഓൺ എക്സ്പെർട്ടൈസ് റാദർ ദാൻ പൊസിഷൻ, പ്രൊമോട്ടിംഗ് ആൻഡ് കൊളാബറേഷൻ. ഇവിടെ എന്താ വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ബേസ് ചെയ്ത് എന്തിനെ ബേസ് ചെയ്തിട്ടാന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിരിക്കും, അല്ലാതെ പൊസിഷനോ പ്രൊമോട്ടിംഗ് കൊളാബറേഷൻ ഒന്നും ആയിരിക്കില്ല, എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിരിക്കും. പൊളിറ്റിക്കൽ മോഡൽ ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. ദിസ് മോഡൽ സീസ് എഡ്യൂക്കേഷണൽ ഡിസിഷൻ മേക്കിംഗ് ആസ് എ പ്രോസസ് ഓഫ് നെഗോസിയേഷൻ, ബാർഗെയിനിങ് ആൻഡ് കോൺഫ്ലിക്ട് എമോങ് ഗ്രൂപ്പ്സ് വിത്ത് കമ്പീറ്റിംഗ് ഇൻട്രസ്റ്റ്. അതായത് ഈ മോഡൽ എന്താണ് നോക്കുന്നത് വെച്ചാൽ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ പ്രോസസ് ആണ് വെച്ചാൽ ബാർഗെയിൻ ചെയ്തിട്ടും കോൺഫ്ലിക്റ്റ് എമോങ് ദ ഗ്രൂപ്പ്സ്, കുറെ ഗ്രൂപ്പ്സിന്റെ ഇടയിൽ അവരുടെ ഇൻട്രസ്റ്റിനെ കോമ്പീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. പവർ ആൻഡ് അലയൻസസ് പ്ലേ എ കീ റോൾ ഇൻ ദിസ് പ്രോസസ്. ഇതിൽ പവർ ആണ് കീ റോൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കോൺഫ്ലിക്റ്റ് ആൻഡ് നെഗോസിയേഷൻ, എപ്പോഴും കോൺഫ്ലിക്ട്സും സ്ട്രഗിൾസും ഒക്കെ ഇതിൽ ഈ ഓർഗനൈസേഷനിൽ ഉണ്ടാവും. സോഴ്സസ് ഓഫ് പവർ, പവർ ക്യാൻ കം ഫ്രം പൊസിഷൻ, നോളജ്, റിവാർഡ്സ്, പേഴ്സൺ, അലയൻസസ് ആൻഡ് കൺട്രോൾ ഓഫ് റിസോഴ്സസ്. എപ്പോഴും പവർ എവിടുന്നാ ഉണ്ടാവുക വെച്ചാൽ പൊസിഷൻ ബേസ് ചെയ്ത്, നോളജ് ബേസ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാവുക. ലീഡർഷിപ്പ് സ്റ്റൈൽ ഇവിടെ എന്താ ഫോളോ ഏതായിരിക്കും കറക്റ്റ് വെച്ചാൽ ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് വിച്ച് ഹിയർ ഇൻവോൾവിംഗ് എക്സ്ചേഞ്ചസ്, റിവാർഡ്സ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻസ്. അടുത്തത് സബ്ജക്റ്റീവ് മോഡൽ ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. ദിസ് മോഡൽ ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് beliefs, experience and interpretation over formal organization code. It views educational institution as socially construction and shaped by members' perspectives. ഇതിൽ എന്താ വെച്ചാൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക, ഓരോ മെമ്പേഴ്സിന്റെയും പെർസ്പെക്റ്റീവ്സ് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. Focus on personal views. Members believe and experience influence organization behavior more than formal objectives. മെമ്പേഴ്സിന്റെ തോട്ട് പ്രോസസ്സിലൂടെ ആയിരിക്കും ഈ ഓർഗനൈസേഷൻ പോകുന്നുണ്ടാവുക. ഓർഗനൈസേഷൻ കോംപ്ലക്സിറ്റി, ഓർഗനൈസേഷൻ ആർ സീൻ ആസ് കോംപ്ലക്സ് ആൻഡ് ഫ്ലൂയിഡ്, ഷേപ്ഡ് ബൈ മെമ്പേഴ്സ് ഇന്റർപ്രിറ്റേഷൻസ്. റിലേറ്റഡ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് വെച്ചാൽ പോസ്റ്റ് മോഡേൺ ലീഡർഷിപ്പും ഇമോഷണൽ ലീഡർഷിപ്പും ആണ് ഇവിടെ വർക്ക്ഔട്ട് ആവും. ആംബിഗ്വിറ്റി മോഡൽ ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. ഇത് ഇവിടെ എന്താ വെച്ചാൽ ഒന്നും എല്ലാം അൺസർട്ടനിലും അൺപ്രഡിക്റ്റബിളും ആയിരിക്കും. It rejects rigid decision-making model, instead viewing decision as often random and uncertainty. Organization face complexity and unpredictability in decisions. അതായത് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ആയിരിക്കും. ഗാർബേജ് ക്യാൻ മോഡൽ. ഡിസിഷൻ ആർ സീൻ ആസ് റാൻഡം മിക്സസ് ഓഫ് പ്രോബ്ലം, സൊല്യൂഷൻസ് ആൻഡ് പാർട്ടിസിപ്പൻസ്. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇത് റാൻഡം മിക്സ് ആയിട്ട് പ്രോബ്ലംസിന്റെയും സൊല്യൂഷന്റെയും പാർട്ടിസിപ്പൻസിന്റെ ഒക്കെ ഒരു റാൻഡം മിക്സ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ആവും ഇവരെടുക്കുക. ലീഡർഷിപ്പ് സ്റ്റൈൽ ഏതാ? കോണ്ടിജൻസി ലീഡർഷിപ്പ് ഈസ് പ്രിഫേർഡ്, അഡാപ്റ്റിംഗ് ദി സ്റ്റൈൽ ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടായിരിക്കും ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ എടുക്കുന്നുണ്ടാവുക. മോറൽ ഓർ കൾച്ചറൽ മോഡൽ ഓഫ് educational administration. This model focuses on ethical values, beliefs and moral principles guiding educational leadership. It emphasizes leadership based on authenticity, spirituality and ethics. ഇവര് എങ്ങനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ന് വെച്ചാൽ അവരെ ഒതന്റിസിറ്റി വിടൂല, സ്പിരിച്വാലിറ്റി ഉണ്ടാവും, എത്തിക്സ് വിട്ടിട്ടും അവരൊന്നും ചെയ്യൂല.
ethics and values, leaders act based on moral principles and organizational value. ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ, അതിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടായിരിക്കും ഇവര് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഇൻക്ലൂഡ്സ് എത്തിക്കൽ, ഒതന്റിക്, സ്പിരിച്വൽ ആൻഡ് പോയറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ. അടുത്തത് മീനിങ് ആൻഡ് നേച്ചർ ഓഫ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് പറഞ്ഞാൽ ഇസ് ദ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് എ ഗ്രൂപ്പ് ടുവേർഡ് അച്ചീവിങ് എ കോമൺ വിഷൻ ഓർ ഗോൾ. ഒരു പ്രോസസ്സാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. എന്താ ഒരു ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യാണ് നമ്മൾ അവരുടെ വിഷനും ഗോളും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഇൻവോൾവ്സ് മോട്ടിവേറ്റിംഗ് ആൻഡ് ഗൈഡിങ് പീപ്പിൾ ടു വർക്ക് ടുഗെദർ എഫക്റ്റീവ്ലി. എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി ഒരു മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലീഡർഷിപ്പ്. Formal leaders hold official position while informal leaders influence with formal authority. ഇവിടെ രണ്ട് തരം ലീഡർഷിപ്പ് ഉണ്ട്, ഫോർമലും ഇൻഫോർമലും ഉണ്ട്. റോൾ ഇൻ ഓർഗനൈസേഷൻ എന്താണെന്ന് വെച്ചാൽ ലീഡേഴ്സ് ആക്ട് ആസ് ചേഞ്ച് ഏജന്റ്സ് ബൈ ക്രിയേറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് എ ക്ലിയർ വിഷൻ ആൻഡ് ഇൻസ്പയറിംഗ് ഫോളോവേഴ്സ്. അതായത് ഇവിടുത്തെ ലീഡേഴ്സ് നന്നായിട്ട് മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ലൊരു ക്ലിയർ വിഷനും ഇൻസ്പയറിംഗും ആയിരിക്കും ഫോളോവേഴ്സിന്. നേച്ചർ ഓഫ് ലീഡർഷിപ്പ് വന്നിട്ട് ലീഡർഷിപ്പ് ഇൻവോൾവ്സ് ഇൻ ഈക്വൽ അതോറിറ്റി, മോട്ടിവേഷൻ, എത്തിക്സ് ആൻഡ് റിക്വസ്റ്റ്, ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റാമിന. ഇവർക്ക് എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കില്ല, അൺഈക്വൽ അതോറിറ്റി ആയിരിക്കും, മോട്ടിവേഷൻ ഉണ്ടായിരിക്കും, പിന്നെ എത്തിക്സ് ഒക്കെ ഉണ്ടായിരിക്കും, റിക്വസ്റ്റ് എന്താ വേണ്ട വെച്ചാൽ ഫിസിക്കലും മെന്റൽ സ്റ്റാമിന സ്റ്റേബിൾ ആയിരിക്കണം. അടുത്തത് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്. കർട്ട് ലെവിൻ ഐഡന്റിഫൈ 3 ഫണ്ടമെന്റൽ ലീഡർഷിപ്പ് സ്റ്റൈൽ. ഒന്ന് അതോറിറ്റേറിയൻ ലീഡർഷിപ്പ്, ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്, ലീസിസ് ഫെയർ ഡിലക്റ്റീവ് ലീഡർഷിപ്പ്. ലീഡേഴ്സ് ടേക്ക് എ ഹാൻഡ്സ് ഓഫ് അപ്രോച്ച് അലോയിങ് ടീം ഫ്രീഡം, effective with skill teams but may lead to coordination issues. 3 ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്നാമത് അതോറിറ്റേറിയൻ, അത് വന്നിട്ട് ലീഡേഴ്സ് മേക്ക് ഡിസിഷൻ എലോൺ, അവര് തനിച്ചായിരിക്കും എല്ലാ ഡിസിഷൻസും എടുക്കുക. എക്സ്പെക്ട്സ് ഒബീഡിയൻസ് ടു ഇൻ ക്രൈസിസ് ബട്ട് മേ ലോവർ മൊറൽ. അടുത്തത് ഡെമോക്രാറ്റിക്, അതിലെന്താ ലീഡേഴ്സ് ഇൻവോൾവ് മെമ്പേഴ്സ്. അതോറിറ്റേറിയനില് ലീഡേഴ്സ് മാത്രമാണ് ഡിസിഷൻ എടുക്കുക. ഡെമോക്രാറ്റിക്കില് മറ്റുള്ളവരെയും കൂടെ മെമ്പേഴ്സിനെയും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഡിസിഷൻസ് ഒക്കെ എടുക്കുക. ലാസ്റ്റ് ഡിലക്റ്റീവ് ലീഡർഷിപ്പിൽ വന്നിട്ട് എല്ലാ ഹാൻഡ്സ് ഓഫ് അപ്രോച്ചും ഉണ്ടാവും, എല്ലാ ടീമിന് ഫുൾ ഫ്രീഡം ഉണ്ടായിരിക്കും. എഫക്റ്റീവ് വിത്ത് സ്കിൽ ടീം ബട്ട് മേ ബി ലീഡ് ടു കോർഡിനേഷൻ ഇഷ്യൂ, എപ്പോഴും കോർഡിനേഷൻ ഇഷ്യൂസ് ഒരിടയിൽ ഉണ്ടാവും. മെഷർമെന്റ് ഓഫ് ലീഡർഷിപ്പ്. മെഷറിംഗ് ലീഡർഷിപ്പ് ഐഡന്റിഫൈ സ്ട്രെങ്ത്, വീക്ക്നെസ് ആൻഡ് ഏരിയാസ് ഫോർ ഗ്രോത്ത്. ഇറ്റ് എൻഷുവേഴ്സ് ബെറ്റർ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് എസ്പെഷ്യലി ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ്. അതായത് മെഷർമെന്റ് ലീഡർഷിപ്പ് എപ്പോഴും അവർക്ക് എന്താണ് സ്ട്രെങ്ത്, അവരുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ്, അവർ എവിടെയാണ് വളരേണ്ടത് എന്നൊക്കെ എൻഷുർ ചെയ്തിട്ട് നല്ലൊരു ലീഡർഷിപ്പ് അവർക്ക് കൊടുക്കും. മെത്തേഡ്സ് ഓഫ് ലീഡർഷിപ്പ് മെഷർമെന്റ്, സെൽഫ് ഇവാലുവേഷൻ, 360-degree ഫീഡ്ബാക്ക്, സ്കൂൾ ലീഡർഷിപ്പ് സീരീസ്, ടീം ആൻഡ് ഓർഗനൈസേഷണൽ അസസ്മെന്റ്, റേറ്റിംഗ് ആൻഡ് നോമിനേഷൻ ടെക്നിക്സ്. ഇത്രയൊക്കെയാണ് ലീഡർഷിപ്സിന്റെ മെഷർമെന്റ് മെത്തേഡ്സ്. പിന്നെ ലീഡർഷിപ്പിന്റെ അസസ്മെന്റ്, ഓരോ ലീഡർഷിപ്പും അസസ്മെന്റ് ചെയ്യുന്ന ടൂൾസ് ലീഡർ ബിഹേവിയർ ഡിസ്ക്രിപ്ഷൻ ക്വസ്റ്റ്യനെയർ ആണ്. മെഷേഴ്സ് ടാസ്ക് ഫോക്കസ് ആൻഡ് കൺസിഡറേഷൻ. ലീഡേഴ്സ് വാല്യൂസ് സെൽഫ് അസസ്മെന്റ് എന്താണെന്ന് വെച്ചാൽ focus on envisioning, enabling, empowering and energizing. Leadership skill questionnaires evaluate leadership skill. Assessment of leadership qualities, സെൽഫ് റിഫ്ലക്ഷനും ഫിയറിന്റെ റിവ്യൂ എടുക്കുന്നതായിരിക്കും. ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് മെത്തേഡ് ക്വിസ്, ഐഡന്റിഫൈ ഗ്രോത്ത് സ്ട്രാറ്റജീസ്. ഇന്നോവേറ്റീവ് ലീഡർഷിപ്പ് അസസ്മെന്റിൽ ഇവാലുവേറ്റ് ഇന്നോവേറ്റീവ് കോമ്പിറ്റൻസീസ്.